ആശംസകൾ അറിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ CPS തോമസ്. വെൽക്കം സർ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിനും നമസ്കാരം. അപ്പോൾ ഇന്നിങ്ങനെ ഒരു ഇവൻ്റ് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. എന്നിരുന്നാൽ പോലും ചില ആശയക്കുഴപ്പങ്ങൾ നമുക്കിപ്പോൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ഈശ്വരൻ സാർ പറയുകയുണ്ടായി പെറ്റ് ഷോപ്പ് റൂള് അമെൻഡ് ചെയ്യുകയാണ്. അത് ഇതുവരെ സ്ട്രിക്റ്റ് ആയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തുടക്കക്കാർക്ക് സത്യത്തിൽ അതെന്താണ് പെറ്റ് ഷോപ്പ് റൂള്, അത് എന്തിനെയൊക്കെ ബാധിക്കും, എവിടെയൊക്കെ ബാധിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതുപോലത്തെ ഓരോരോ അവയർനെസ് പ്രോഗ്രാംസും ക്ലാസ്സുകൾ വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് പെറ്റ് ഷോപ്പ് റൂള്, അത് വന്നാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് വന്നാൽ ഉണ്ടാവുന്ന ഗുണങ്ങളും നിങ്ങൾ അറിയണം. അതറിയണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ അവയർനെസ് പ്രോഗ്രാംസ് വേണം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഇതുപോലുള്ള പുതിയ പുതിയ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കീപ്പ് ചെയ്യുന്നവരെങ്കിലും കൺസിഡർ ചെയ്തിട്ട് ഗവൺമെൻറ് തലത്തിൽ ഇതുപോലത്തെ പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു അവയർനെസ് പ്രോഗ്രാമോ തരികയാണെങ്കിൽ അത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സാധാരണക്കാർക്ക് ഈ റൂൾസിൻ്റെ ഇത്രയും പേജ് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ബേർഡിനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ്. കാരണം ഒരു ആസ് എ ബ്രീഡറിന് അറിയുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫർമേഷൻ പോലെ നമുക്ക് ചിലപ്പോൾ അടുത്തുള്ളൊരു ബ്ലോക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിലോ കിട്ടണമെന്നില്ല. ഇപ്പം നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറില്ല. പല സമയത്തും അറിയാതെ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എഫക്റ്റിനെക്കാട്ടി ഒത്തിരി റിയാക്ഷൻസ് ഉണ്ടാക്കി ബേർഡിൻ്റെ ലിവറിനെ കിഡ്നിയെ വരെ ഡാമേജ് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഡോസേജ് അറിയാതെ രണ്ട് ഡ്രോപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് കുറയട്ടെന്ന് പറഞ്ഞ് 4 ഡ്രോപ്പ് കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡോസേജ് അറിയാതെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാർഡടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന പോലെ ഒരു ബേർഡിന് തന്നെ 4-5 മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. കാരണം പെട്ടെന്ന് രക്ഷപ്പെടണമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ ഒക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുവാണെങ്കിൽ വളരെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതൊക്കെ നമുക്ക് ഇവരോട് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഇവർ ഇങ്ങനെ ഒരു വേദിയിൽ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സെമിനാറുകൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു ഞാൻ എൻ്റെ ബൈ പ്രൊഫഷൻ ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ്. അപ്പോൾ പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വരുന്നത്. ഒരു 10 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ്. 10 വർഷം കൊണ്ട് ഞാൻ ഈ മേഖലയിൽ കണ്ട ചേഞ്ച് വളരെ വൈഡാണ്. നമ്മൾ ഈ ഒരു കേരളത്തിലോ അല്ലെങ്കിൽ ഒരു ഇട്ടാവട്ടത്ത് കാണുന്ന ഒരു ബേർഡ് കീപ്പിംഗ് അല്ല. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഞാൻ തരാം. ലോകത്തിലെ ഏറ്റവും വലിയ ബേർഡ് കീപ്പിംഗ് ഈ ഫെസിലിറ്റി എന്ന് പറയുന്നത് സ്പെയിനിലെ ലോറോ പാർക്കാണ്. അവിടെ എങ്ങനെ പോയാലും ഒരു 3000-ന് മുകളിൽ സ്പീഷീസ് ഓഫ് ബേർഡ്സ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫെസിലിറ്റിയെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ഒരു 1500 ഏക്കറിൽ ഒരു പുതിയ ഫെസിലിറ്റി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഷായി ചേട്ടനൊക്കെ അറിയാം, പണ്ട് ബേർഡ് ഹാൻഡ് ഫീഡിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കടല പൊടിച്ചതും സെർലാക്കും ഇതൊക്കെ ഇട്ടാണ് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വന്ന് അവരുടെ ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് അമ്മാതിരിയാണ്. ഇന്ത്യയിലുള്ള ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന പോലെ ബേർഡ് വേൾഡിൽ ഒരിടത്തും പർച്ചേസ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് തായ്ലൻഡ്, മലേഷ്യ അവിടുത്തെ ബേർഡുകൾ ഇല്ലീഗൽ ചാനലിലൂടെയും ലീഗലിയും എല്ലാം ഇന്ത്യയിൽ എത്തുന്നത് ഇന്ത്യൻ മാർക്കറ്റ് കണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു മേഖല ഇപ്പോൾ ഉണ്ടായ ഒരു മാന്ദ്യമൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഇത് ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതിലൊരു കൊമേഴ്ഷ്യൽ രീതിയിൽ കീപ്പ് ചെയ്യുന്നവർക്ക് അവർക്ക് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 0.01% പോലും ആളുകൾ ബേർഡ് കീപ്പിങ്ങിൽ എത്തിയിട്ടില്ല. അപ്പോൾ അതൊരു 1% 2% ആവുമ്പോൾ തന്നെ നമുക്ക് അത്രത്തോളം വലിയൊരു മാർക്കറ്റാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വശങ്ങൾ. പിന്നെ ഞാനിപ്പോൾ ഒരു അസോസിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഒരു 10 ഇയർ കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ എത്താനായിട്ട് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ബേർഡ് എന്താണെന്നുള്ളതും ഇപ്പം നമുക്ക് വളരെ ഈസിയാണ്. വിരൽ തുമ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും ഡീറ്റെയിൽസ്. പക്ഷെ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആഫ്രിക്കൻ എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ സ്പീഷീസ് ഉണ്ട്, മാസ്ക് ഫിഷർ ക്രോസ് ചെയ്യാവോ, ഇതൊന്നും ഒരു ഇൻഫർമേഷൻ ഒരിടത്തും ഇല്ല. ഞങ്ങൾ തന്നെ നെറ്റിൽ കയറി അല്ലെങ്കിൽ ഫോറിൻ ബ്രീഡേഴ്സിൻ്റെ അടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ചാറ്റ് ചെയ്താണ് ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് ബേർഡ് മോർട്ടാലിറ്റി ഉണ്ടാവും,
ട്രീറ്റ് ചെയ്യാൻ അറിയില്ല, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവും, എങ്ങനെ ഫുഡ് കൊടുക്കണമെന്നറിയില്ല. അപ്പോൾ ഓരോ ഫോറിൻ ബ്രീഡേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് എടുത്ത ഇൻഫർമേഷൻ ഇപ്പം നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുന്നാൽ മതി, ആ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇനി ഇത് ഗ്രോ ചെയ്യുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ആശംസകൾ അറിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ഡി ദിനേഷ്. വെൽക്കം സർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, എനിക്കിന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന ഫ്രെഡി, പിന്നെ ഞാൻ എൻ്റെ തുടക്കം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ബൈ ബ്ലഡ് നമ്മുടെ എല്ലാവരുടെയും ഓരോ പാഷൻ ഉണ്ടാവും. അതേപോലെ ഒരു പാഷനാണ് എനിക്കും ഈ ബേർഡ് ഫീൽഡിലുണ്ടായിരുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു കിളിക്കൂട് തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടെ ചെയ്തതാണ്. എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു. അമ്മയും ഞാനും കൂടെ ഒരു ചെറിയ കിളിക്കൂടി തുടങ്ങിയതാണ് ഈ ഒരു സംരംഭം എന്നല്ല, ഒരു പാഷൻ. ഫ്രെഡിയെ എനിക്ക് ഏകദേശം ഒരു 10 കൊല്ലം മുന്നെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് കേരളത്തിൽ ഫ്രെഡീനെ അത്രയും വലിയൊരു കേജ് കേരളത്തിൽ ആരുടെയും കയ്യിലില്ല. അന്നത്തെ എല്ലാവരുടെയും ഒരു ഡ്രീമായിരുന്നു ഫ്രെഡീയുടെ ആ കേജിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ഫ്രെഡീയുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു ആ ഒരു കേജ്. ഇപ്പോഴത് അവിടെ ഉണ്ടോ? ഉണ്ട്. ഒരു തടിയിൽ ഏകദേശം അന്നത്തെ സമയത്തിന് ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം ഉണ്ടാവും ആ ഫ്രെഡീയുടെ ആ കേജ്. അന്ന് ഒരുപാട് വിസിറ്റേഴ്സും എനിക്ക് തോന്നുന്നു ഫ്രെഡീയുടെ അവിടെ വന്നുകൊണ്ടിരുന്നു. അതേപോലെ ഇപ്പോൾ ഫ്രെഡി പറയും ഒരു സൺഡേ ഒരു 10 മണിക്ക് അവിടെ വരൂ. അപ്പം ഞാനും കാണും, അതേപോലെ ഫ്രെഡി വിളിച്ച കുറേ ആൾക്കാരും കാണും. ഫ്രെഡി അന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമായിരുന്നു എന്താണ് ഈ ബേർഡ്, എന്താണ് സംഭവം. അപ്പോൾ എല്ലാ ആൾക്കാരും ആദ്യം ചോദിക്കുന്നത്, നമ്മൾ ഈ കിളി വളർത്തിയാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ, എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാകുമോ? അന്ന് ഫ്രെഡി പറഞ്ഞത്, എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ കേജ് ഞാൻ പണിയോ എന്നാണ്. അത് എല്ലാ ആൾക്കാർക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ളൊരു കേജ്, അതിൻ്റെ ഫോട്ടോ ഫ്രെഡി ഉണ്ടെങ്കിൽ ചിലപ്പം ഡിസ്പ്ലേ ചെയ്യുമായിരിക്കും. പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഓരോന്നും വന്നത്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വളർത്തുന്ന തുടക്കക്കാരിൽ വരുന്ന സംശയങ്ങൾ, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വേണ്ടി ഇവിടെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് എത്തുന്നത് മിസ്റ്റർ ഫ്രെഡി രഞ്ജിത്താണ്. എല്ലാവർക്കും ഈ ഒരു സെമിനാറിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇപ്പോഴ് കുറച്ച് ഈ ഫീൽഡ് ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സെക്കൻഡ് ഓപ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിനകത്ത്. മുന്നേ ഇങ്ങനെയല്ല, വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പം തന്നെ ഒരു 2012 മാതൃഭൂമിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷികളെ തുറന്നു വിടൂ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പേജിൽ കൂട്ടിനകത്തുനിന്ന് തുറന്നു വിടൂ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നായിരുന്നു. 1 വർഷത്തോളം ഈ ബേർഡ്സ് ഫീൽഡ് സ്റ്റക്കായിരുന്നു, അനങ്ങിയിട്ടില്ല. പിന്നെ പല ഇതേപോലെ മീറ്റിങ്ങുകൾ, സെമിനാർസ്, ഒത്തൊരുമ എല്ലാം അന്നും ഇതുപോലെ നമ്മൾ ചെയ്ത് പിന്നെ അത് ഹൈ ആയി. ഇതെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെ ഇപ്പോൾ ബിസിനസ് തലത്തിൽ ചിന്തിക്കുവാണെങ്കിൽ പോലും ഈ പക്ഷികളെ ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ അവസാനിക്കുന്നില്ല. എന്നാലും ബിസിനസ് രീതിയിൽ തന്നെ ചിന്തിച്ചോളൂ. എത്ര % ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്? കേരള ജനസംഖ്യയിൽ 0.1% ആൾക്കാർക്ക് പോലും ഇത് ചെയ്യുന്നില്ല, ഇപ്പോഴും ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ വന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ കൊറോണ ടൈം ആയപ്പം എല്ലാവരും വീടുകളിൽ ഇരുന്ന് ഇത് ചെയ്തു തുടങ്ങി. പുറത്തെ ആൾക്കാർ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ജോലി പോകുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇവിടെ വന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ 4 or 5 lakhs സാലറി ഉള്ളവരായിരിക്കാം. അപ്പോൾ ഈ സംഭവം യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ ബ്രീഡ് ചെയ്തു കുട്ടികളെ കിട്ടി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഒരിക്കലും അല്ല കാര്യം. ചിന്തിച്ച് നോക്കിയാൽ മതി, ഞാൻ പറയുന്നതല്ല.
പുറത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. അത് അവർ പോയപ്പോഴും പെട്ടെന്നായിരുന്നു അവരെല്ലാവരെയും തിരിച്ചു വിളിച്ച്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ സമയത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ അല്ലേ ഏകദേശം അല്ലേ എനിക്ക് തോന്നുന്നു. അമ്മ കൊറോണ കാരണമാണ് മരിച്ചത്. അതിന് എനിക്ക് തോന്നുന്നു ഒരു 14 months ആയിട്ടുള്ളൂ. ആ സമയം അമ്മയൊക്കെ പോയ സമയത്തൊക്കെ ഇത് ലോക്ക്ഡൗൺ ആയിട്ടില്ല, ആദ്യത്തെ ആഴ്ചയാണ്. ഗവൺമെന്റ് എല്ലാം കൺഫ്യൂഷൻ ആയി നിൽക്കുന്ന സമയം. അതിനുശേഷം അടുത്ത ആഴ്ചയാണ് എല്ലാ ഹോസ്പിറ്റലിലും വെളിയിലിട്ടിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എടുത്ത് മാറ്റുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അത് എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ ട്രൈ ചെയ്തു, കിട്ടാൻ ലേറ്റായി, അങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷം ഈ സമയം നമ്മളൊന്നും വിചാരിച്ചു പോലുമില്ല ഇങ്ങനെ ഫോട്ടോസൊക്കെ എനിക്ക് കഴിഞ്ഞ വർഷത്തെ എടുക്കുമ്പോൾ വിചാരിക്കും ആ സമയത്ത് അന്ന് അവിടെ നിന്നാണ് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം അതിനിപ്പുറത്തോട്ട് വന്നപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നവർക്ക് കിട്ടി, തിരികെ കിട്ടി, അവർ തിരിച്ചു പോയപ്പോൾ എനിക്ക് ഒരുപാട്, ഞാൻ തന്നെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ് അവർക്ക് കേജസ് എല്ലാം ചെയ്തു വെച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ആൾക്കാർ തിരിച്ച് ഞാൻ ഒരാളെ പറഞ്ഞുതരാം. പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവനെ ഞാൻ എല്ലാം പറഞ്ഞൊരു കേജ് എല്ലാം ചെയ്യണം ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്ത് വെച്ചേക്കുന്നു. അപ്പോൾ എൻ്റെ ഒന്ന് ചേട്ടാ എനിക്കൊരു പെട്ടെന്ന് കുറേ ലാഭത്തിന് ബേർഡ്സിനെ കിട്ടി, ഒരു 20 പേര് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സൂക്ഷിച്ച് എടുക്ക്, ഇൻഫെക്ഷൻസ് എല്ലാം അറിയാമല്ലോ, ഇങ്ങനെയാണ് ഒരു കുഞ്ഞു സാധനം വന്ന് വീണാൽ മതി കണ്ടോ. എൻ്റെ പോയ കണക്കുകൾ ഞാനിവിടെ എഴുതി ഇപ്പം കാണിച്ചായിരുന്നു. അപ്പം അവൻ എന്നോട് പറഞ്ഞു അങ്ങനെ ആയിരിക്കില്ല, ഞാനത് എടുത്തു വന്ന് നോക്കാൻ പറഞ്ഞു. ശരിക്കും ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ പാർബ്ലൂ ഇനോയൊക്കെ അവന് കിട്ടിയത് 2000 ഇനോ സ്പ്ലിറ്റ്, പാർബ്ലൂ ഇനോ സ്പ്ലിറ്റ് 40,000 ആ ബേർഡിന്. അതിൻ്റെ സ്പ്ലിറ്റ് 20,000 ഉണ്ട് മാർക്കറ്റ് റേറ്റ്. അവന് കിട്ടി 2,000 ഓരോ പെയർ. എനിക്ക് എല്ലാം കൂടെ അവന് 50,000 രൂപയ്ക്ക്. ആ പുറത്തോട്ട് പോയ ആൾ അവന് പെട്ടെന്ന് കയറി പോകാൻ പറഞ്ഞു. അപ്പം പുറത്തോട്ട് പോയ ആൾ 100 രൂപയുടെ സാധനം 20 രൂപയ്ക്കൊക്കെ കൊടുത്തിട്ട് പോയത്. ഇതൊരു 1000 പേര് ചെയ്താൽ എന്ത് സംഭവിക്കും ഇവിടെ? കറക്റ്റ് കാര്യം ഇതാണ്. മാർക്കറ്റ് സ്റ്റക്ക് അതിൻ്റെ ആദ്യത്തെ കാരണം ഇതാണ്. പുറത്തോട്ട് ആ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ വന്നത് ആദ്യ കൊറോണ കാലഘട്ടത്തിൽ. അതാണ് വീട്ടിലിരുന്ന ഒരു വെളിയേറ്റം തന്നെ എടുത്തോണ്ട് പോകും ആൾക്കാർ. ആർക്കും ഒന്നും ചെയ്യണ്ടായിരുന്നു, ചുമ്മാ. അതാണ് ഈ സംഘടനകളുടെ പ്രവർത്തനം സ്റ്റോപ്പായത്. കാര്യം ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആർക്കും ആരെയും വേണ്ട. ഇപ്പം എനിക്ക് നന്നായിട്ടറിയാം ഇങ്ങനെ ഇവിടെ നടക്കത്തുള്ളൂ, 100% എനിക്കറിയാം. എന്നിട്ട് തന്നെയാണ് കൃത്യമായിട്ട് ഈ സാധനം ഒരു തലയിൽ വെച്ചത്. ആദ്യം ഞാൻ ചുമ്മാ ഇട്ട് നോക്കി കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. ആരെങ്കിലും പണ്ടത്തെ കാലത്തിലാണെങ്കിൽ നമുക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ മുന്നോട്ടിറങ്ങും ചെയ്യാനായിട്ട്. ഒരു സംഘടനയും ഇപ്പം ഇറങ്ങുന്നില്ല. ആലോചിച്ച് നോക്കൂ, ആരൊക്കെ ഇപ്പോൾ ഒത്തുകൂടുന്നു. ഇപ്പം ട്രിവാൻഡ്രത്ത് സക്സസ് ആയി നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ട്, മുന്നേ ഓടാനും സംസാരിക്കാനല്ലേ. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇപ്പോഴും? അന്നൊക്കെ എന്തെല്ലാം മാർക്കറ്റ് ഹൈ ആയിരിക്കും, എന്തെല്ലാം കാര്യങ്ങളാണ്. രാവിലെ വന്ന് ചർച്ച തുടങ്ങും, എല്ലാം കെയറിങ് ആണ്. ഇപ്പം അവരൊന്നും 7 അലക്ക് പോലും കാണുന്നില്ല. നമ്മളതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതാണ്, അങ്ങനെ തന്നെ ചെയ്യുക. ഞാൻ മാത്രമല്ല, ഇതിനെ ബേർഡ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം അതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ഇപ്പം തന്നെ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? റോഡാണെങ്കിൽ എപ്പോഴും കയറിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അവിടെ കയറി കഴിഞ്ഞാൽ ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും. എനിക്ക് ഏകദേശം ഞാൻ ഈ 19 years കാണിച്ചത്. ഇത് കഴിഞ്ഞ സെമിനാർ ഇവിടെ 2019 വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെയാണ് കാണിച്ചത്. 22 years ആയിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഏറ്റക്കുറച്ചുകളുണ്ട്. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അപ്പുറത്തും ഇപ്പുറത്തും. ആലപ്പുഴയിൽ അസുഖം വരുമ്പോൾ ഇവിടെ ആരും എടുക്കത്തില്ല, അപ്പോഴും ഇതേപോലെ ഇങ്ങനെ കിടക്കും. പിന്നെ അത് അമിങ്ങി വരുമ്പോൾ ഓടി വരും. ഈ പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അവരുടെ മനസ്സിലും ആ ഫീലിങ്സ് അവസാനിക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും വേണ്ടത് എക്സൈറ്റ്മെന്റ് ആണ്. എക്സൈറ്റ്മെന്റ് വന്നാലേ ഈ കാര്യങ്ങളിൽ ഇറങ്ങത്തുള്ളൂ. അതിന് നമുക്ക് ഷോസ്, ഇതേപോലത്തെ സെമിനാർ, പിന്നെ ഇവിടെ ഷോ തന്നെ ചെയ്യണം. ഇവിടെ സംഘടനകൾ ഏറ്റെടുത്തിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഒത്തുകൂടണം. അപ്പോൾ അവർ തന്നെ പറയുന്നു ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കാരണം വ്യക്തമായിട്ട് നമ്മൾ മനുഷ്യരാണ്. ഒറ്റയ്ക്ക് ഇതേപോലെ ബിസിനസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആർക്കും ആരെയും വേണ്ട. ഇപ്പൊ എല്ലാം ഈഗോ പ്രോബ്ലംസ് ആണ്. ഇപ്പൊ ഞാനിത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് മാത്രം ഇത്രയും പേര് ഇവിടെ കൂട്ടാൻ എനിക്ക് പറ്റി. അല്ലെങ്കിൽ സംഘടനകളിലുള്ള ഇപ്പോൾ എനിക്ക് തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇതിനെക്കാട്ടിയും പേരുണ്ടായിരുന്നു. അപ്പൊ അത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് മാത്രമായിരുന്നില്ല, എല്ലാവരും ഉൾക്കൊള്ളിച്ചുള്ള ക്ലാസ്സാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് ചെയ്താൽ ഇനി 2 years കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും ചെയ്യും. മാർക്കറ്റ് ഡൗൺ ആയാലും ഇല്ലെങ്കിലും ഞാനത് ചെയ്തുകൊണ്ടിരിക്കും.
കാര്യം ഇപ്പോഴും പോലും ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഇപ്പം തന്നെ മോർണിംഗിൽ ഗുഡ് മോർണിംഗ് മെസ്സേജ്, നല്ല ഫോട്ടോസ് എല്ലാം ഷെയർ ചെയ്തിടുന്നുണ്ട്. അതെല്ലാം ഒരു ഇപ്പം കാണുമ്പോഴായിരിക്കും ഒരു ഇഷ്ടം തോന്നുന്നു ഒരാൾക്ക്. അപ്പം അതിലൂടെയാണ് ഒരാൾ വരുന്നത് ഇതിനകത്ത്. ഇങ്ങനെയാണ് കോമണായിട്ടുള്ള കാര്യങ്ങൾ. നമുക്കിനി സാധാരണ കാര്യത്തിലേക്ക് കടക്കാം. കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പം ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബ്രീഡ് ചെയ്യിക്കുന്നത് ഓരോ കേജും. അതിൻ്റെ പ്രഗത്ഭനായിട്ടുള്ള ആളാണ് ദീനു നേരത്തെ സംസാരിച്ച പുള്ളി. എല്ലാം കോളനി ബ്രീഡിംഗ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് സവിശേഷതകൾ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാം സെപ്പറേറ്റ് ഇതാണ്, ബ്രീഡിംഗ് ആണ് ഞാൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ വളരെ സക്സസ് ആയിട്ട് പുള്ളി 200 ജോഡിയോളം ഈ കോളനിയിലിട്ട് ബ്രീഡ് ചെയ്യിച്ച ഒരു വ്യക്തിയുണ്ട്. അത് എനിക്കും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ആ സൈഡ്സ് എന്താണ് എൻ്റെ രീതികൾ, ചില രീതികളാവും പുള്ളി ചിലപ്പം ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് അതിലൂടെ കേട്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ 200 കേജസ് എൻ്റെ ഇപ്പോൾ ഉണ്ട്. ഞാനത് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് എടുക്കാം, പുള്ളി അല്ലാത്ത രീതി എടുക്കും. ജെനറ്റിക്സിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സിബിയോട് സംസാരിക്കാം. കാരണം എൻ്റെ എല്ലാ തലങ്ങളും നന്നായി അറിയാവുന്ന ആളാണ്, വളരെ പ്രഗത്ഭനാണ്. പുള്ളിയോട് സംസാരിക്കും. ഫുഡിൻ്റെ ആക്യുറസി, സപ്ലിമെൻ്റ് എന്താണ്, ഇത് തന്നെ പുതിയ തരത്തിൽ രീതിയിലുള്ള സപ്ലിമെൻറ്റ്സ് ഉണ്ട് ഇപ്പോഴും. പണ്ടൊക്കെ ഞാൻ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കോമൺ ആയിട്ടുള്ള സപ്ലിമെൻ്റ് ആണ്. ഇപ്പോൾ പ്രോബയോട്ടിക് ആണെങ്കിലും ബേർഡ്സിനും മൃഗങ്ങൾക്കും എല്ലാം കൊടുക്കുന്നതാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പല ആൾക്കാർ ഇത് ഏറ്റെടുക്കുകയും ഇതിൻ്റെ ഒരു ലാഭസാധ്യതയെല്ലാം ഏറ്റെടുക്കുകയും അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റും ഫുഡും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബ്രീഡിങ് സക്സസ് ആണ്. അതിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ സാധാരണ കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഇത് കൂടിരിക്കുമ്പോൾ എവിടെ എങ്ങനെ, അപ്പം അതിൻ്റെ കുറിച്ചുള്ള അല്ലാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചോദിക്കണം. ഇതൊരു ക്ലാസ് സെക്ഷനോ സെമിനാർ അങ്ങനെയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ വന്നിട്ട് ആവുമ്പം തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള രീതിയിലോട്ടാവണം ഇത് പോകേണ്ടത്. നല്ലൊരു സെമിനാറോ വലിയ കാര്യങ്ങളോ ഒന്നുമല്ല. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഏതെങ്കിലും ഇപ്പോൾ കൂടിരിക്കുമ്പോൾ എവിടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ എവിടെ എങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊരു പ്രത്യേക രീതികളില്ല. നമുക്ക് നമ്മുടെ രീതി, അവരുടെ ആവാസ വ്യവസ്ഥ പക്ഷേ നമ്മുടെ രീതിക്ക് അനുസരിച്ച് റൈറ്റ് ആവണം. അതാണ് സംഭവം. ഇപ്പം പല സ്ഥലങ്ങളിലും കൂടി ചെയ്യാം. അപ്പം അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അവിടെ കുറച്ച് സ്പേസിലാവും ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്പേസിൽ എങ്ങനെ അത് ചെയ്തെടുക്കാം, അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ അവിടെ എങ്ങനെ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം അതിനനുസരിച്ചാണ് അതിനെ കുറിച്ച് തിരിച്ച് റിപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഫ്ലൈറ്റ് കേജസ്, ബ്രീഡിംഗ് കേജസ്, ക്വാറന്റൈൻ കേജസ്, ഹോസ്പിറ്റൽ കേജസ്, ജുവനൈൽ കേജസ് എന്നിവയുടെ പ്രാധാന്യം ഇത് ഇത്രയും ആർക്കെങ്കിലും അറിയായിരുന്നോ? ഇത്രയും കേജസ് ആർക്കെങ്കിലും അറിയായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? ഇല്ല. അവിടെ ഫ്ലൈറ്റ് കേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിപ്പം നമ്മളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ 2 തരത്തിലുള്ള പെയറിംഗ് മെത്തേഡ്സ് ആണുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതിലോട്ട് കിടക്കാം. അതായത് ഫോഴ്സ് പെയറിംഗ് ഉണ്ട്, നാച്ചുറൽ പെയറിംഗ് ഉണ്ട്. 2 തരത്തിലുള്ള പെയറിംഗ് മെത്തേഡ്സ് ആണുള്ളത്. പിന്നെ ഇത് 2 തരം മൊത്തത്തിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് ഞാൻ ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ തന്നെ ഈ ഫോഴ്സ് പെയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ DNA ചെയ്തിട്ട് സെപ്പറേറ്റ് കേജുകളിൽ നമ്മൾ മെയിൽ ഫീമെയിൽ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഫോഴ്സ് പെയറിംഗ്. നാച്ചുറൽ പെയറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് നമ്പർ കൂടുതൽ ഒരു കേജിൽ ഇപ്പോൾ ഒരു 10 മെയിലിനെ 10 ഫീമെയിലിനെ. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഇല്ല. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ പണ്ടത്തെ കാലത്ത് നമ്മൾ ഒരു പുതിയൊരാൾ വരികയാണെങ്കിൽ എപ്പോഴും പറയും ഒരു 20 പീസസ് എടുത്തിട്ട് നിങ്ങൾ ഫ്ലൈറ്റ് കേജസിലിടൂ. അതിനുശേഷം അവർ സെപ്പറേറ്റ് മാറിയിരിക്കുന്നവരെ, സെൽഫ് ബോണ്ടിങ് ആകുന്നവരെ പിടിച്ച് മാറ്റുക എന്നുള്ള കാര്യമാണ് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ മെയിൽ ഫീമെയിൽ DNA കിട്ടുന്നതുകൊണ്ട് ഒരു 10 മെയിൽ അല്ലെങ്കിൽ 10 ഫീമെയിൽ അങ്ങനെ ഇട്ടാൽ അത് ബോണ്ടിങ് ആകുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളാണ് ലോകത്ത് സത്യം പറഞ്ഞാൽ. ഇപ്പം മനുഷ്യൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. ജീൻസും ഹോർമോൺസിലാണ് എല്ലാ ജീവജാലങ്ങളും മുന്നോട്ട് പോകുന്നത്. ഉള്ളിലെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനുഷ്യർക്ക് തന്നെ. അതെല്ലാം വരുന്നത് നമ്മളെ പോലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുന്നില്ല. അത് തന്നെയാണ് കാരണം. നമുക്ക് ഓരോ കുഞ്ഞു കാര്യങ്ങളും പ്രോബ്ലംസ്. പക്ഷെ നമ്മൾ വളരെ അപൂർവമായിട്ട് നമ്മളെ പോലുള്ള ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കാണുന്നുമുണ്ട്. അപ്പം എല്ലാ സംഭവങ്ങളും നമ്മുടെ ഉള്ളിലെ ജീൻസ്, ഹോർമോൺസ് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രീതികൾ വരുന്നത്. ഇതിനെ കമാൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പം നമുക്ക് ബ്രെയിൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇവരെക്കാട്ടി കൂടുതൽ പ്ലസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവർ നിഷ്കളങ്കരാണ് നമ്മളെക്കാട്ടി കൂടുതൽ. നമ്മൾ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് മനുഷ്യർ. അതേസമയം ഈ പക്ഷികളും മൃഗങ്ങളും എല്ലാം അത് മാത്രം കമാൻഡ് ചെയ്യാൻ അവരുടെ ബ്രെയിന് നമ്മളെപ്പോലെ അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവരുടെ സെലക്ഷനും നാച്ചുറൽ ആയിരിക്കും, വളരെ ഇന്നസെൻ്റ് ആയിരിക്കും.
അപ്പോൾ ഫ്ലൈറ്റ് കേജിൽ ഇട്ടിട്ട് നമ്മൾ ആ ഫ്ലൈറ്റ് കേജിൻ്റെ ഉപയോഗം അതാണ്. നമ്മൾ വലിയ കൂടുകൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മെയിൽ, മിനിമം 5 മെയിൽ 5 ഫീമെയിൽ അങ്ങനെയുള്ള പക്ഷികളെ ഇട്ടിട്ട് ആ സെൽഫ് ബോണ്ടിങ് ആകുന്നവരെ നമ്മൾ മാറ്റുന്നുണ്ട്. 5 കാര്യങ്ങൾ കറക്റ്റ് ആകുന്നു. നല്ലൊരു ബ്രീഡിംഗ് പെയർ. പണ്ട് കണ്ട ബ്രീഡിംഗ് പെയർ ഞാൻ ചെന്ന് ചോദിക്കും, അവിടെയാണ് അപകടം പറ്റിയെന്ന് ഞാൻ പറയും. 8 വർഷത്തോളം എനിക്ക് അപകടം പറ്റിയ ഒരു മേഖലയാണ്. അപ്പം ബ്രീഡിംഗ് പെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ കറക്റ്റ് ആവണം. 1 ബോണ്ടിങ്, 2 മാറ്റിങ്, 3 നെസ്റ്റിങ്, 4 അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൽ 2 പേരും കറക്റ്റ് ആയിരിക്കുക, 5 ഫീഡിങ്. ഇത്രയും കാര്യങ്ങളിൽ കൃത്യതയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു നല്ല ബ്രീഡിംഗ് പെയർ നമുക്ക് കിട്ടുന്നത്. അതിന് നമുക്ക് ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഫ്ലൈറ്റ് കേജിലിട്ടിട്ട് നമ്പർ കൂടുതലിട്ടിട്ട്. ഇപ്പം നമ്മൾ തന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നമുക്ക് ഒരാൾ പാർട്ട്ണറിനെ വേണമെന്ന് തോന്നുന്നതെന്ന് വിചാരിച്ചോളൂ. നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള 5 പേരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഒരു 50 പേരുടെ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ സെലക്ട് ചെയ്യുന്നതാണോ നല്ലത്? നമ്മുടെ കാര്യം തന്നെ എടുത്തോളൂ. ഒരു സ്പീഷീസിൻ്റെ കാര്യം അതേ രീതിയിലായിരിക്കും അത് ആധികാരികമായിട്ട് പഠിച്ചാൽ അതേ സ്ഥാനത്തിൽ സംഭവിക്കപ്പെടുന്നത്. നമുക്ക് അതുമല്ല ഒരു 500 പേര് നമുക്ക് സെലക്ട് ചെയ്യാൻ കിട്ടുന്നതെന്ന് വിചാരിച്ചു, അവരെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കണം, എന്നാലേ ഇതറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഉള്ളിലെ ജീൻസും ഹോർമോൺസിലുമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ പോകപ്പെടുന്നത്. അതിനെ അങ്ങനെ തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരാളെ കിട്ടുമ്പോൾ മാത്രമാണ് നമ്മൾ ഓക്കെ ആവുന്നത്. ചിലപ്പോൾ ഒരു മൂളൽ പോലും മനസ്സിലാക്കപ്പെടാം അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ പക്ഷികളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നമ്പർ കൂടുതൽ ഇടുകയും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് പെയർ ചെയ്യുക മാത്രമുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്കാണെങ്കിൽ അങ്ങനെയുണ്ട്. ഒരു പക്ഷേ കൂടുതലായിട്ട് നമുക്കായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാത്ത രീതികൾ വരുന്നത്. അപ്പോൾ അതാണ് ഫ്ലൈറ്റ് കേജസിലെ പ്രാധാന്യം. പിന്നെ ബ്രീഡിംഗ് കേജസ്, അതിൽ നിന്നും ഞാൻ ചെയ്യുന്നത്, നല്ല സെൽഫ് ബോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി ബ്രീഡിംഗ് കേജിലേക്ക് മാറ്റുന്നു. ക്വാറന്റൈൻ കേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പക്ഷികളെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ ക്വാറന്റൈൻ ചെയ്തിട്ട് നമ്മൾ വീടിനകത്തോട്ട് കയറ്റാവും. പിന്നെ മുന്നേയും ഞാൻ പറഞ്ഞ കാര്യം ഇവിടുത്തെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അപ്പം പറയാം. ക്വാറന്റൈൻ ചെയ്യേണ്ടത് നമ്മൾ പുതിയ പക്ഷികളെ എടുക്കുകയാണെങ്കിൽ വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ക്വാറന്റൈൻ ചെയ്തിട്ട് മാത്രമേ പക്ഷികളെ വീട്ടിനകത്തേക്ക് കയറ്റാവൂ. ഏകദേശം ആൾക്കാർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷെ അത് ക്വാറന്റൈൻ ചെയ്യുന്നത് എങ്ങനെ ചെയ്യും? ഇപ്പം മേളിൽ നമ്മൾ വെച്ചേക്കുന്നു, നമ്മൾ താഴെ ക്വാറന്റൈൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോഴ് നമ്മൾ ക്വാറന്റൈൻ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. നമ്മളിതിനെ ഹാൻഡിൽ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാതെയും നമ്മൾ ആ ഒരു ഇതിൻ്റെ സഹായത്തോടെ നമ്മളിപ്പോൾ അത് ചെയ്തിട്ട് മേലെ കയറുന്നു എന്ന് വിചാരിച്ചോളൂ, അതതിനകത്ത് വരും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വളരെ കുഞ്ഞു കാര്യമാണ്. അപ്പം അവനിത് ബോധപൂർവം അറിഞ്ഞൊരു ഏവിയറിയിൽ നിന്ന് പോക്സ് വന്ന കിളികളാണ്. അപ്പോൾ ഒരു ഏവിയറിയിൽ അപ്പോൾ അത് ലൈവായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതില്ലാത്തൊരു ബേർഡിനെ പുള്ളി എടുത്തു. കൊച്ചു കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ അപകടപ്പെട്ടിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയും ഒരു വർഷത്തോളം അവൻ്റെ എല്ലാ വരുമാനവും നശിച്ച കാര്യമാണ്. ഈ നല്ലതായിട്ട് അവനൊരു മോർ ദാൻ 2 lakhs ഉണ്ടായിരുന്നു മന്ത്ലി ഇൻകം. അത് 1 വർഷം നശിക്കുമ്പോൾ 1 ലക്ഷം രൂപ, ഒരു കുഞ്ഞു കാര്യം. അപ്പം ഇവന് ജോലിക്ക് പോകണം. അപ്പോൾ ഇവനങ്ങ് പോകുമ്പം ഇവൻ ഈ മുകളിലത്തെ കിളികളെ കയ്യിലെടുക്കും കേജി കയറിയിട്ട്. അപ്പോൾ അതുപോലെ താഴെയും പോയിട്ട് അതിനെയും ലാളിക്കും. അപ്പോൾ ഇവൻ താഴെ പോയിട്ട് വേറെ ഒന്നുമില്ല, അവൻ ഏറ്റവും താഴെയാണ് വെച്ചത്, 3ാമത്തെ നിലയിലാണ് അവൻ്റെ കേജ് ഇരിക്കുന്നത്. അപ്പോൾ അവൻ ഇതേപോലെ കഴിക്കുകയും ഡ്രസ്സ് മാറ്റിയും എല്ലാം അതിനെ കെയർ ചെയ്തു. അപ്പോൾ ഈ എടുത്തത് ലൈവായിട്ടുള്ള ആ ബേർഡിന് ആ ഡിസീസ് വന്നു ഒറ്റ കിളിക്ക്. രണ്ടാമത് പറ്റിയ കാര്യം, ആ കുട്ടി ഇതിനെ എടുക്കും, അതിനെപ്പോലെ ചെന്ന് ഇതിനെ ഹാൻഡിൽ ചെയ്യും, പിടിക്കും. അതേപോലെ ചെന്നിട്ട് മേളിൽ ചെന്നിട്ടും വെളിയിൽ അവൻ്റെ കയ്യിൽ വരുന്ന അവൻ ചെയ്ത് വെച്ചേക്കുന്ന കിളികളുണ്ട്. അപ്പോൾ അവൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ക്ലോസ്ഡ് ആണ് അവൻ്റെ ഏവിയറിയിൽ അത് കയറി. അന്ന് ആലോചിച്ച് നോക്കൂ, അത് വളരെ ബുദ്ധിമുട്ടിയത്. 1 വർഷം കഴിയും. അങ്ങനെ വളരെ ഇപ്പം തന്നെ ഞാൻ പറയുന്നു മാർക്കറ്റ് ഡൗൺ എന്ന് ഇപ്പം പറയുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന അപകടം ഞാൻ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഇപ്പം പല സ്ഥലത്തും പക്ഷികൾ ഇങ്ങനെ കിടക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ആരെങ്കിലും എത്തിയെന്നറിയോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ പെട്ടെന്ന് വിറ്റിട്ട് പോയ കാര്യങ്ങൾ ഇതിലെത്തിയത് കോമൺ മാർക്കറ്റിലാണ്. അപ്പോൾ ഇത് കോമൺ ട്രേഡേഴ്സിൻ്റെ കയ്യിൽ ഇതെത്തി. അപ്പോൾ അതായത് എല്ലാവരും ഇതായി. സാധാരണ ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്, അതിൽ വരുമാനം കിട്ടുന്ന നല്ലതായിട്ട് ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ നമുക്ക് എപ്പോഴും ബഹുമാനമാണ്. ഇത് ഇവരെ കയ്യിലെത്തുകയും അവരിതിനെല്ലാം ഹാൻഡിൽ ചെയ്ത് തുടങ്ങി. ഈ പക്ഷികളെല്ലാം 20 രൂപയ്ക്ക് അവരെ 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു? 30-നും 40-നും ഇത് കൊടുക്കാൻ തുടങ്ങി. ഈ സംഭവം തന്നെയാണ്. ഇതിങ്ങനെ കൊടുക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഇത് മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല.
ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നാൽ ഈ സാധനം എല്ലാം തകർന്നു പോകും. ഇപ്പൊ എന്റെ ചെവിയിൽ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ്. അപകടം വരുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ആദ്യമോടെ വിളിക്കുന്നത്. അയ്യോ, അപ്പൊ ഞാൻ പറയാം 500 ജോഡി വില കാശുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയാം 500 പേർ ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റും. ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കൂ, എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകും? ഇത് പോകാൻ പറ്റത്തില്ല. അതിനകത്ത് വൈറൽ ബാക്ടീരിയൽ എന്തെല്ലാം ഇൻഫെക്ഷൻസ് ഉണ്ട്, എങ്ങനെ തടയണമെന്ന് അറിയണം. മെഡിസിൻസ് കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ സപ്ലിമെന്റ്സ് കറക്റ്റായിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നിലനിൽക്കത്തില്ല ഇതൊന്നും. ഇപ്പം നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ട് പഠിച്ച ആൾക്കാർക്ക് ഇതിന്റെ റൂട്ടുണ്ട്, ഒരു പാത്ത് ഉണ്ട് അതിൽ കൂടെയാണ് അവർ നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലാത്ത ഒരു നിമിഷം മതി അപകടം വരാനായിട്ട്. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തോടെ പക്ഷികൾ മരിക്കുന്നു. ഇപ്പൊ കുറച്ച് ദിവസം അങ്ങനെ പോകും. അതിനുശേഷമായിരിക്കും മാർക്കറ്റ് ഹൈ ആവുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യം. അതാണ് ഞാൻ എൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അത് വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ക്വാറന്റൈൻ കേജസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും അത്രയും നാള് ഇപ്പൊ ചില വൈറസ് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട് ഓരോ ഡിസീസിനും. അപ്പൊ നമ്മുടെ ഒരു ഡിസീസ് ഉണ്ട്, അതിന് ഏറ്റവും ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളത് ഏതെന്നറിയാമോ? ആർക്കെങ്കിലും? നമ്മുടെ ഒരു അസുഖം മനുഷ്യരുടെ അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? മന്താണ്. മന്തിന് ഇൻക്യുബേഷൻ 12 years ആണ് അല്ലെ? ആർക്കെങ്കിലും അറിയോ? മന്ത് 12 വർഷം കഴിയുമ്പോഴാണ് വെളിയിൽ ചാടുന്നത് ഉണ്ടായിട്ടും. അപ്പൊ അതുപോലെ ഓരോ വൈറസിനും ഓരോ ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അപ്പം അതിൽ ഇപ്പൊ ബോക്സ് ആണെങ്കിൽ 16 days ആണ് പറയുന്നത്. പിന്നെ എന്നാലും അത് വരുമ്പം അത് സൂക്ഷിക്കുക, കുറച്ചുകൂടെ ഒരു 1 month ഒക്കെ മാറ്റിയിട്ടിട്ട് എടുക്കാൻ ശ്രമിക്കുക ചെയ്യുക. പിന്നെ അത് ഹോസ്പിറ്റൽ കേസസ് ഇപ്പൊ നമ്മൾ തന്നെ പക്ഷികളിൽ ചില ആൾക്കാർ വിചാരിക്കും ഇതൊന്നും വരില്ല. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ചോദിക്കും, ഇതൊക്കെ ഇങ്ങനെ വന്നു എങ്ങനെയാണ്? അപ്പൊ സത്യം ഞാൻ തന്നെ ചോദിക്കും, നിങ്ങൾ അതിന്റെ സിംറ്റംസ് പറയൂ, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് മാത്രമാണ് അത് എന്താണെന്ന് അറിയാന്നുള്ളത്. അതല്ല എനിക്കറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെക്കപ്പ് ചെയ്തിട്ട് വരും, ഇപ്പൊ ഇതിന്റെ മെഡിസിൻ ഞാൻ തരാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഹോസ്പിറ്റൽ കേജസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സിക്കാണെങ്കിൽ അവരെ മാറ്റിയിടേണ്ട കേജസ് ആണ് ഹോസ്പിറ്റൽ കേജസ്. അത് ഉറപ്പായിട്ട് ഒരു വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. ജസ്റ്റ് മാറ്റിയിട്ടിട്ട് കെയർ ചെയ്ത്, ഞാൻ പറയുന്ന എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇപ്പം തന്നെ നമ്മൾ കൂടി വരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ ടെക്നോളജി കൂടി വരുന്നു, മെഡിസിൻസ് എല്ലാം ആക്യുറസി കണ്ടുപിടിച്ചിട്ട് വരുന്നു, എങ്കിലും ഹോസ്പിറ്റലിൽ കൂടുകയല്ലേ, മനുഷ്യർ മരിക്കാതിരിക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ പക്ഷികൾ കൂടുമ്പം സാധാരണ എല്ലാ കാര്യങ്ങളും മനുഷ്യർക്കുള്ള പോലെ തന്നെ പക്ഷികൾക്കും വരുമെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക. വിഷമിക്കേണ്ട കാര്യമില്ല. ചിലർക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ട്. ഒരാൾ മരിച്ചൊക്കെ പോകുമ്പം വളരെ സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ഈ പക്ഷികളൊക്കെ, കുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നതുണ്ട്. അപ്പം അത് ഞാൻ പറയും, അത് പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു. അപ്പം അത് മാറാൻ ശ്രമിക്കുക. എന്തായാലും സംഭവിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടതാണ് ഒരു സമയത്ത് അല്ലേ? ഇപ്പൊ ഓരോരുത്തരും മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കേസിൽ അങ്ങനെ ശ്രമിക്കുക. അടുത്ത ചെയ്യാമോ? പിന്നെ അവരുടെ ജുവനൈൽ കേജസ് ആയിരിക്കും അല്ലെ? ജുവനൈൽ കേജസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇറക്കി മാറുന്ന നമ്മളെ ബ്രീഡ് ചെയ്തിട്ട് കുട്ടികൾ മാറുന്നുണ്ട് എന്ന് വെച്ചാൽ ഇറക്കി വിടത്തില്ലേ? ഇറക്കി വിടുമ്പോൾ അവർക്ക് ഫാസ്റ്റ് ആയിട്ട് പറക്കാൻ പറ്റത്തില്ല. ചിറകിന് അത്രയും ആരോഗ്യം കാണത്തില്ല. ചിറകിന് ആരോഗ്യം കാണാതിരിക്കുമ്പോൾ ആണ് പൊക്കം കുറഞ്ഞ കൂടുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ഹൈറ്റ് കുറച്ചിട്ട് അവർക്ക് ഒന്ന് നീളത്തിൽ പറക്കാനായിട്ട് ആദ്യം അവരെ വിടും. ഹൈറ്റ് പിന്നെ കൊടുക്കും. മറ്റേത് പെട്ടെന്ന് ഉയരാനായിട്ട് നോക്കുമ്പോൾ അവർക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതാണ് അതിന്റെ ഉദ്ദേശം ജുവനൈൽ കേജസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് പ്രായപൂർത്തിയാവുന്ന സമയം ഒരു 5 to 6 months ആണ്. ഞാനിത് മൊത്തം ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ ചില പുതിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ ഞാൻ പിന്നെ എന്ന് എഴുതി ഒരു ദിവസം ഒറ്റ എഴുത്താണ് അത് അങ്ങനെ. അപ്പൊ അതില് ചിലപ്പോൾ എല്ലാം കറക്റ്റ് ആകണമെന്നില്ല. നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചതാണ്. അപ്പൊ അത് പ്രായപൂർത്തിയാവുന്ന സമയം 6 മാസത്തിനിടയിൽ അത് മോൾട്ടിങ് വന്നിട്ട് അത് മോൾട്ടിങ് സ്റ്റേജ് കഴിയും. പിന്നെ അത് ഇടാനായിട്ട് ഒരു 10 മാസം അല്ലെങ്കിൽ 11 മാസം കഴിഞ്ഞിട്ട് മാത്രം അത് ബോണ്ടിങ് ആണെങ്കിലും പെയർ ചെയ്ത് ഇടുക. ബ്രീഡിംഗ് ബോക്സ് വെക്കുന്ന ഒരു 11 months ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രീഡിംഗ് ബോക്സ് വെക്കാവുന്നതാണ്. 11 months കഴിഞ്ഞ ശേഷം പരിചയപ്പെട്ടതിന് ശേഷം നെസ്റ്റിംഗ് മെറ്റീരിയൽ ഇടുന്നതുകൊണ്ട് അവർ ഒരു മാറ്റിംഗ് എല്ലാം അപ്പം സ്റ്റാർട്ട് ചെയ്യും. നെസ്റ്റിംഗ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഒരു 1 week കഴിയുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് പോകുന്ന ഒരു പെയറാണെങ്കിൽ എഗ്ഗിടാൻ സ്റ്റാർട്ട് ചെയ്യും. വിരിയാനുള്ള ടൈം 23 days ആണ് ആഫ്രിക്കൻ ലവ് ബേർഡിൽ.
22 ദിവസം ആകുമ്പോൾ ചില ഇതിൽ നമ്മളെ കറക്റ്റായിട്ട് നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ ആണെങ്കിൽ കറക്റ്റ് ചൂടൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോഴവർ ഒരു 22-നൊക്കെ വിരിയുന്ന കാണാറുണ്ട്. കുഞ്ഞുങ്ങളെ മാറ്റി വയ്ക്കുന്നതിന് പ്രാധാന്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞുങ്ങളെ മാറ്റി വയ്ക്കുന്നത്